ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ഫ്രം എ പ്രോബ്ലം മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മളെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും, ഒരു സൊല്യൂഷൻ മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കിങ് മൈൻഡ് സെറ്റിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സാധാരണ കേട്ടിട്ടുണ്ടാവും, ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ നോളജ്. നമ്മളുടെ ഭാവന, നമ്മളുടെ ഇമാജിനേഷൻ അത് അറിവിനേക്കാൾ ശക്തമാണെന്നുള്ളതാണ് അല്ലെ. ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ പറഞ്ഞത്, ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ്. അറിവിനേക്കാൾ പ്രാധാന്യമാണ് നമ്മളുടെ ഇമാജിനേഷൻ എന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും എന്ത് ചെയ്യാറില്ല, ഈ ഇമാജിനേഷൻസ് വർക്ക് ചെയ്യാറില്ല അല്ലെ. അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ, സ്വപ്നങ്ങളുള്ള ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്. പക്ഷെ ബില്യനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ബ്രെയിൻ ആണ്, അതായത് അവരുടെ ഇമാജിനേഷൻ പവറാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് ഇമാജിനേഷൻ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവർ ഓൾറെഡി ദേ ഹാവ് അച്ചീവ്ഡ് മൈൻഡ് സെറ്റ് മാസ്റ്ററി. സോ എന്താണ് മൈൻഡ് സെറ്റ് മാസ്റ്ററി അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എങ്ങനെ നമുക്ക് മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും? മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്യാൻ 5 സ്റ്റെപ്സുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീവ്രമായ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ്. കത്തുന്ന, ജ്വലിക്കുന്ന തീവ്രമായ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് സമ്പത്തിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഓഫ് ഓൾ ദ അച്ചീവ്മെന്റ് ഈസ് ആക്ച്വലി ബേണിംഗ് ഡിസയർ. സോ ബേണിംഗ് ഡിസയർ ഈസ് ദ അച്ചീവ്മെന്റ് ഓഫ്, ബേണിംഗ് ഡിസയർ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ അച്ചീവ്മെന്റ്. എല്ലാ നേട്ടങ്ങളുടെയും തുടക്കം തീവ്രമായ, ജ്വലിക്കുന്ന, കത്തുന്ന ആഗ്രഹമാണെന്ന് കാണാൻ പറ്റും. അപ്പൊ ആ കത്തുന്ന ആഗ്രഹങ്ങളാണ്, ആ ജ്വലിക്കുന്ന ആഗ്രഹങ്ങളാണ് ഒരു ഓൺട്രപ്രണറെ, ഒരു മൈക്രോ സ്മോൾ ബിസിനസ് ഓണറെ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു കിങ് മൈൻഡ് സെറ്റിലേക്ക്, ഒരു ബില്യണർ ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചെറിയ സ്വപ്നങ്ങളാണ് നമ്മളെ ചെറുതാക്കി നിർത്തുന്നത്. നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, വലിയ ഡ്രീം, അതാണ് ഡ്രീം ബിഗ്, സ്റ്റാർട്ട് സ്മോൾ, ആക്ട് നൗ എന്ന് പറയുന്നത്. വലിയ സ്വപ്നം കാണുക, ചെറുതായി തുടങ്ങുക, ഇപ്പൊ തുടങ്ങുക എന്നുള്ളതാണ്, ഇന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ വലിയ സ്വപ്നം കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ പെർസെപ്ഷൻ വലുതാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ പെർസെപ്ഷന്റെ മുകളിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ മുകളിൽ, നിങ്ങളുടെ വിഷന്റെ മുകളിൽ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് വളരൂല. അപ്പൊ നമ്മളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിഷനാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ പെർസെപ്ഷൻ ആണ്. അൾട്ടിമേറ്റ്ലി ദാറ്റ് ഈസ് യുവർ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ മൈൻഡ് സെറ്റ് നമുക്ക് വലുതാവണം എന്നുണ്ടെങ്കിൽ ആദ്യം വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. APJ അബ്ദുൽ കലാം ഒക്കെ കലാലയങ്ങളിൽ പോയിട്ട് പറഞ്ഞതാണ്, ഡ്രീം 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 ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ്, തോട്ട്സ് റിസൾട്ട് ഇൻ ടു ആക്ഷൻ എന്നാണ് അല്ലെ. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത് എല്ലാ മഹാന്മാരും പറഞ്ഞത് അതാണ്. പതഞ്ജലി മഹർഷി 2500 BC പറഞ്ഞത് എന്താണ്? അത് തന്നെയാണ്. ആൽക്കമിസ്റ്റ് പറഞ്ഞു എന്താണ്? വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പൊ വലിയ സ്വപ്നങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിനെ വലുതാക്കുന്നത്. അപ്പൊ ആ വലിയ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്രമായ ആഗ്രഹമാണ്, ജ്വലിക്കുന്ന, കത്തുന്ന ആഗ്രഹമാണ് സമ്പത്തിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ആ ആഗ്രഹം ഉണ്ടായോണ്ട് മാത്രം കാര്യമില്ല. പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഫെയിലിയർ മൈൻഡ് സെറ്റ് ആണ്. പരാജയത്തിന് 5 കാരണങ്ങളാണ് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ കാരണം ഫെയിലിയർ മൈൻഡ് സെറ്റ് ആണ്. രണ്ടാമത്തെ കാരണം നമ്മളെ എൻവിയോൺമെന്റ് ആണ്. മൂന്നാമത്തെ കാരണം കോമ്പറ്റീഷൻ ആണ്. നാലാമത്തെ കാരണം നമുക്ക് ലൂസിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. അഞ്ചാമത്തെ കാരണം 5 കാരണങ്ങൾ, ഒരു കാരണം ഭയമാണ്. മൂന്നാമത്തെ കാരണം ഭയമാണ്, പേടിയാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്തെങ്കിലും ഇപ്പൊ 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞു, പരാജയത്തിനുള്ള 5 കാരണങ്ങൾ ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് പറഞ്ഞപ്പോ വന്നതാണ്. എന്തൊക്കെയാണ് 5 കാരണങ്ങൾ? ഒന്ന് ഫെയിലിയർ മൈൻഡ് സെറ്റ് ആണ്. ഫെയിലിയർ മൈൻഡ് സെറ്റ്. അപ്പൊ സക്സസ് ആവണമെങ്കിൽ എന്ത് വേണം? പരാജയത്തിനുള്ള കാരണം ഫെയിലിയർ മൈൻഡ് സെറ്റ് ആണെങ്കിൽ സക്സസ് ആവാനുള്ള കാരണം എന്തായിരിക്കും? സക്സസ് പ്രിൻസിപ്പിൾ എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ്, സക്സസ് മൈൻഡ് സെറ്റ്, റൈറ്റ്? രണ്ടാമത്തെ കാരണം എന്താണ്? ഫെയിലിയർ മൈൻഡ് എൻവിയോൺമെന്റ് ആണ്. നമ്മളെ എൻവിയോൺമെന്റ് ആണ് അല്ലെ. വി ബിക്കം അവർ അസോസിയേഷൻ എന്നാണ് പറയുക. യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത്. നിങ്ങൾ ആരുടെ കൂടെയാണോ കോഫി കുടിക്കുന്നത് അവരെ പോലെ നിങ്ങളായി മാറും. വി ബിക്കം അവർ അസോസിയേഷൻ. യുവർ നെറ്റ്വർക്ക് ഈസ് ആക്ച്വലി യുവർ നെറ്റ്വർത്ത് എന്ന് പറയാറുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന 5 കൂട്ടുകാർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന 5 ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആവറേജ് ഇൻകം ആയിരിക്കും നമ്മളുടെ ഇൻകം എന്ന് പറയാറുണ്ട്. വിച്ച് മീൻസ് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക്. വി ബിക്കം അവർ അസോസിയേഷൻ. അപ്പോൾ സക്സസ് ആവാനുള്ള പ്രിൻസിപ്പിൾ എന്തായിരിക്കും? അതിൻ്റെ ഇവിടെ എൻവിയോൺമെന്റ് ആണെങ്കിൽ പറയുന്നത് നമുക്കൊരു മാസ്റ്റർ മൈൻഡ് അലയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഓൺട്രപ്രണേഴ്സിനെയും, എല്ലാ ബില്യനേഴ്സിനെയും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ വൺ തിങ് ഇൻ കോമൺ. ദേ ഹാവ് എ മാസ്റ്റർ മൈൻഡ് അലയൻസ്. എന്താണ് മാസ്റ്റർ മൈൻഡ് അലയൻസ് എന്ന് പറഞ്ഞാൽ? ലോകത്തെ നമ്പർ 1 കോടീശ്വരനായിരുന്ന ആൻഡ്രൂ കാർണിഗിക്ക് 53ഓളം ആളുകളുടെ മാസ്റ്റർ മൈൻഡ് അലയൻസ് ഉണ്ട് എന്നുള്ളതാണ്.
ഇപ്പോഴത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും യു ക്യാൻ സീ ദാറ്റ് ദേ ഹാവ് എ മാസ്റ്റർ മൈൻഡ് അലയൻസ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സക്സസ്. മൂന്നാമത്തെ കാരണം, പരാജയപ്പെടാനുള്ള കാരണം കോമ്പറ്റീഷൻ ആണ്. അപ്പൊ എങ്ങനെ കോമ്പറ്റീഷൻ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ യു ബീറ്റ് യുവർ കോമ്പറ്റീഷൻ? എങ്ങനെ കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ പറ്റും? കോമ്പറ്റീഷൻ എങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്യാം? ഹൗ ക്യാൻ യു ബീറ്റ് യുവർ കോമ്പറ്റീറ്റേഴ്സ്? ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന, ഞാൻ ബിസിനസ്സുകാരോട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ നമ്പർ 1 ചലഞ്ച് യു ആർ ഫേസിംഗ് ഇൻ യുവർ ബിസിനസ്? വാട്ട് ഈസ് ദ നമ്പർ 1 ചലഞ്ച് യു ആർ ഫേസിംഗ് ഇൻ യുവർ ബിസിനസ്? മോസ്റ്റ് ഓഫ് ദ ഓൺടർപ്രണേഴ്സ് റിപ്ലൈ ദാറ്റ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ആണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹൗ ക്യാൻ യു ബീറ്റ് യുവർ കോമ്പറ്റീഷൻ ഓർ ഹൗ ക്യാൻ യു ബീറ്റ് യുവർ കോമ്പറ്റീറ്റേഴ്സ്? എങ്ങനെ നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സിനെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്? കോമ്പറ്റീഷൻ എങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ബിസിനസ് ആക്ച്വലി? ഇപ്പം നിങ്ങളെല്ലാവരും ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ഹൗ മെനി ഓഫ് യുവർ ഓൺടർപ്രണേഴ്സ് പറഞ്ഞപ്പോൾ 99% ഇൻ ദിസ് വേൾഡ് ആർ ബിസിനസ് ഓണേഴ്സ്, ഈദർ ബിസിനസ് ഓണേഴ്സ് ഓർ ഓൺടർപ്രണേഴ്സ്. സോ വാട്ട് ഈസ് ബിസിനസ്? എന്താണ് ആക്ച്വലി ബിസിനസ് എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ബിസിനസ്സിനെ? വാട്ട് ഈസ് ബിസിനസ്? എന്താണ് ബിസിനസ്? Sorry? Providing something to the society. Okay, great. Providing something to the society, that is business. Anything else? Any other idea? What is business? എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ബിസിനസ്? വേറെ ആരും, എല്ലാവരും ബിസിനസ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. എന്താണ് നിങ്ങൾ ബിസിനസ്സിനെ നിർവചിക്കുന്നത്? എന്താണ്? പ്രൊവൈഡിങ് സംതിങ് ടു ദ സൊസൈറ്റി. ഓക്കെ, ഗ്രേറ്റ്. എനി അതർ ആൻസർ? സൊല്യൂഷൻ. കറക്റ്റ്. പ്രൊവൈഡിങ് സൊല്യൂഷൻസ് അല്ലേ? ഒരു പെയിൻ പോയിന്റിനുള്ള, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് ബിസിനസ് എന്നുള്ളതാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ കണ്ട ആൻസർ 2 കാര്യങ്ങളാണ്. ബിസിനസ് ഈസ് നത്തിങ് ബട്ട് ഐഡിയാസ് ഓർ ബിസിനസ് ഈസ് നത്തിങ് ബട്ട് റിലേഷൻഷിപ്പ്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ബിസിനസ്സായിട്ട് കാണുന്നത്. ഒന്ന് ഐഡിയാസ് ആണ്, 2 റിലേഷൻഷിപ്പാണ്. നല്ല ആശയങ്ങളാണ് അല്ലേ ഒരു ബിസിനസ്സിന് വലുതാക്കുന്നതും ചെറുതാക്കും. നിങ്ങളുടെ ആശയമാണ് നിങ്ങളുടെ ബിസിനസ്. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിലും ഐഡിയ ഉണ്ടാവണം അല്ലേ? ഒരു ഐഡിയ ആണ് ബിസിനസ് ആയിട്ട് മാറുന്നത്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വേർ ഡു യു ഗെറ്റ് ഐഡിയാസ്? നമുക്ക് എവിടുന്ന് ഐഡിയ കിട്ടുന്നത്? ബിസിനസ് എന്ന് പറഞ്ഞാൽ ആശയങ്ങളാണ്. ആശയങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്. പല ബിസിനസ്സുകാരും സ്റ്റക്കായി നിൽക്കാനുള്ള കാരണം അവർക്ക് ആശയങ്ങളില്ലാത്തതുകൊണ്ടാണ്. ആശയങ്ങളില്ലാത്തതുകൊണ്ടാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്, കോപ്പി കേറ്റ് ആവുന്നത്. ഒരാൾ ടർഫ് ഉണങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ടർഫാണ്. ഒരാൾ ചപ്പാത്തി കമ്പനി ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ പറയും പിന്നെ ഫുൾ ചപ്പാത്തി കമ്പനിയാണ് അല്ലേ? അപ്പോൾ പിന്നെ എന്താണ്? എല്ലാം കോപ്പി കേറ്റ്സ് ആയിട്ട് എന്താണ് ലാസ്റ്റ് എന്താണ് റെഡ് ഓഷ്യനിൽ കടന്നിട്ട് ബിസിനസ്സുകൾ എന്താണ് മരിച്ചു പോവുകയാണ്. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ എന്താണ്? കോമ്പറ്റീഷനുള്ള സൊല്യൂഷൻ എന്താണ്? ക്രിയേഷൻ ആണ്.